ബദ്രിനാഥ് ക്ഷേത്രത്തിൽ നിന്നും പിന്നെ ഞാൻ വന്നത് തുംഗനാഥ് എന്ന ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ബദ്രിനാഥിൽ നിന്നും ബസ്സും അവൈലബിൾ ആണ് കുണ്ട് എന്ന സ്ഥലത്തേക്ക്. അവിടെ നിന്നും തുംഗനാഥ് ചോത്ത എന്ന സ്ഥലത്തേക്ക് ഷെയർ ടാക്സി വഴി എത്താം. പക്ഷേ ഒറ്റയ്ക്കായതിനാൽ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി. 800 രൂപ കൊടുക്കേണ്ടി വന്നു. ഇന്നലെ വൈകുന്നേരത്തോടെ എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞു. 800 രൂപയ്ക്ക് റൂമും കിട്ടി. ഇന്ന് രാവിലെ പുലർച്ചെ 4 മണിയോടെ ഈ ക്ഷേത്രത്തിലേക്കുള്ള ട്രക്കിങ്ങും ആരംഭിച്ചു. വരുന്ന വഴിയിലൊന്നും വെളിച്ചമില്ലാത്തതിനാൽ ചിത്രീകരിക്കാനൊന്നും കഴിഞ്ഞില്ല. എന്തായാലും 6 മണിയോടെ എനിക്കിവിടെ എത്താൻ കഴിഞ്ഞു. 7 മണിയാണ് തുംഗനാഥ് ക്ഷേത്രം നട തുറക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചന്ദ്രശില അഥവാ ചന്ദ്രൻ്റെ പാറ കാണാൻ വേണ്ടി മുകളിലേക്ക് പോയി. ഉത്തരാഖണ്ഡിലെ ഒരു കൊടുമുടിയാണിത്. ഐതിഹ്യങ്ങളനുസരിച്ച് പറയുകയാണെങ്കിൽ രാവണനെ വധിച്ച ശേഷം ശ്രീരാമൻ ധ്യാനിച്ച സ്ഥലവും ചന്ദ്രദേവൻ തപസ് ചെയ്ത സ്ഥലവും പാണ്ഡവർ സ്വർഗാരോഹണം ചെയ്ത സ്ഥലവും അതിനു പുറമെ ഹിമാലയത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന സ്ഥലവും അപകട സാധ്യത കൂടുതലുള്ള സ്ഥലമായതിനാൽ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഭഗവാനെ കാണിക്കാൻ പറ്റുമെന്നറിയില്ല. പല അമ്പലങ്ങളിലും നമ്മൾ വീഡിയോ എടുക്കുന്നത് അതായത് നിരോധിച്ചതല്ലേ, അപ്പോൾ ഉള്ളോട് ഞാൻ കാണിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരുപാട് അധികം പേരൊന്നും വന്നിട്ടില്ല കേട്ടോ. അവിടെ 2 പേരുണ്ട്. ഒരാൾ വന്നിട്ടുണ്ട്, ഒരാൾ താഴ്ന്ന് വരുന്നുണ്ട് കേട്ടോ. ഹൈക്കിംഗ് ആയതുകൊണ്ട് സ്പീഡിൽ വരാൻ പറ്റില്ല, മെല്ലെ. അതായത് നമ്മുടെ ബ്രീത്തിൻ്റെ കൺട്രോൾ അനുസരിച്ച് വേണം നമ്മുടെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ. അതായത് നമ്മളെ നടത്തം എത്ര സ്പീഡിലാവണം എന്നുള്ളത് നമ്മളെ ഈ ബ്രീത്ത് മനസ്സിലാക്കും. ബ്രീത്ത് അങ്ങനെ വേണം നടക്കാൻ. സൂര്യൻ്റെ ഇത് കണ്ടോ, കിരണങ്ങൾ വരുന്നുണ്ടോ. ഹിമാലയത്തിൻ്റെ അത്യുന്നതങ്ങളിലുള്ള കൊടുമുടികളെ സാക്ഷിയാക്കി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഉന്മേഷമാണ്. ഇതിൻ്റെ താഴോട്ടായിട്ട് വേറൊരു ശിവൻ്റെ ഒരു പ്രതിഷ്ഠ ഉണ്ടെന്ന് പറഞ്ഞു. താഴെ കണ്ടോ നിങ്ങൾ? എൻ്റെ അമ്മോ, ഓർമ്മയാണെന്ന് മതിട്ടോ. ചെരുപ്പ് വെച്ചിട്ടാണ് ഇവിടെ നോക്കുമ്പോഴുള്ള വ്യൂ അടിപൊളിയായിരിക്കും കേട്ടോ. പക്ഷേ എന്താ, മഞ്ഞാണ് മൊത്തം. ചന്ദ്രശില കാണാൻ വേണ്ടി പോകുന്നുള്ള ഹൈക്കിങ്ങൊക്കെ ഇല്ലേ, അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞു. കാരണം അതിരാവിലെ ആയിരുന്നു. വീഡിയോ എടുത്താൽ ക്ലിയർ ഉണ്ടാവില്ല. ഇത് മുകളിലാണ് കേട്ടോ ചന്ദ്രശില, ഇവിടെ മുകളിലാണ്. ഓ, അവിടെ ഞാനിപ്പം താഴോട്ട് ഇറങ്ങാം തുംഗനാഥ് ക്ഷേത്രത്തിലേക്ക്. അത് ഞാൻ രാവിലെ അവിടെ പോയില്ല, കാരണം അവിടെ 7 മണിക്കാണ് തുറക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഇനി നേരെ തുംഗനാഥ് ക്ഷേത്രം ദർശനം കഴിഞ്ഞിട്ട് ചായ കുടിക്കണം. ചായ കുടിച്ചതിന് ശേഷം ഇവിടുന്ന് ഷെയർ ടാക്സി പിടിച്ച് രുദ്രപ്രയാഗ് പോയിട്ട് അവിടുന്ന് നേരെ ഹരിദ്വാറിൽ നിന്ന് നേരെ വീട്ടിലേക്ക്. ഇനി വേറെ എവിടെയെങ്കിലും പോകുമെന്ന് തോന്നുന്നില്ല. കാരണം എന്തോ ഒരു മൂഡ് ഓഫ്. വീട്ടിലെത്തിയാൽ ശരിയാവും. കണ്ടോ, മൊത്തം കോടയാണ്. ഇനി വരുവാണെങ്കിൽ മെയ് ഏപ്രിൽ ആ ഒരു സമയത്ത് വരേണ്ടി വരും. അതായത് നമ്മുടെ നാട്ടിൽ ചൂടുള്ള സമയത്ത്. അപ്പോൾ ആ സമയത്ത് വന്നാലേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ തുംഗനാഥ് ക്ഷേത്രം. ഉത്തരാഖണ്ഡിലെ ചോപ്ത എന്ന സ്ഥലത്തു നിന്നും ഏതാണ്ട് 4 കിലോമീറ്ററോളം കയറി പോകേണ്ടുന്ന ലോകത്ത് തന്നെ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ശിവക്ഷേത്രമാണ് തുംഗനാഥ് ക്ഷേത്രം. ഏതാണ്ട് 3860 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ 1000 വർഷം പഴക്കമുള്ള ക്ഷേത്രം പഞ്ചകേദാരങ്ങളിൽ ഒന്നാണ്. തുംഗനാഥ് എന്ന വാക്കിൻ്റെ അർത്ഥവും ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ദേവൻ എന്നാണ്. ഇത് അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ചുറ്റിയിട്ട് മുകളിലേക്ക് വരുന്നുണ്ട് വേറെ ഗണപതി ഭഗവാന്റെ ഒരു പ്രതിഷ്ഠയാണ് കേട്ടോ ഇവിടെ. ഉണ്ടോ, മഴ പെയ്യുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നുന്നത്. വേറെ ഞാൻ നല്ല താഴത്തിറങ്ങട്ടെ, കാരണം ഈ മഴ ഇനി നിൽക്കുമെന്നറിയില്ല.